എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീട്, അതായത് ഒരു 600 സ്ക്വയർ ഫീറ്റുള്ള വീട് എങ്ങനെ ചിലവ് ചുരുക്കിയിട്ട് നമുക്ക് വയറിങ് ചെയ്യാമെന്നുള്ളതാണ്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാണ് അതിൻ്റെ സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ടിൽ ഞാൻ സീലിംഗ് ഫാൻ ഒന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫാനിൻ്റെ പോയിന്റ് ഉണ്ട്. അവിടെ ഹുക്ക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പൈപ്പ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഡ്രോപ്പ് അവിടെ ഇറക്കിയിട്ടുണ്ട്. അവിടെ ഒരു ലൈറ്റ് വേണം, ഇവിടെ ഒരു ബെൽ സ്വിച്ച് വേണം. അത് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഹാളിലേക്കാണ്. ഈ ഹാളിൽ രണ്ട് ഫാൻ ഉണ്ട്. രണ്ട് ഫാന് രണ്ട് ജംഗ്ഷൻ ബോക്സ് ഇട്ടിട്ട് അതിന് അടുത്ത് ഹുക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് ലൈറ്റും രണ്ട് ഫാനും അതിന് പ്ലഗ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേണം. അത് കഴിഞ്ഞ് നേരെ കാണുന്ന ആ ഒരു റൂമാണ്. ഈ റൂമിലും ഒരു ബെഡ് കൺട്രോൾ വേണം, അതുപോലെ രണ്ട് ലൈറ്റ്, ഒരു ഫാന്, അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പുകളും. ഇവിടെ ഒരു എ സിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ അതുണ്ടല്ലോ അങ്ങനെ ഡ്രോപ്പ് ഇറക്കുന്നുണ്ട്, ഒരു 4 സൈഡിലേക്ക് ഡ്രോപ്പ്. ഈ ജംഗ്ഷനിൽ നിന്ന് ഒരു കണക്ഷൻ പോകുന്നത് നേരെ ഡി ബിയിലേക്കാണ്. അതായത് നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ ഡി ബിയിലേക്ക് ഇറക്കാൻ പറ്റും. അതിൻ്റെ വയറ് കുറേ ലാഭിക്കാം. നമുക്ക് പണിക്കൂലി ഒന്ന് മെച്ചപ്പെടുത്താനും സാധിക്കും. പെട്ടെന്ന് തന്നെ പണിയും തീർക്കും. ഇത് നമ്മൾ വയറിങ് ചെയ്ത് വെട്ടിപ്പൊളിച്ച് പൈപ്പ് ഇട്ടത് ഒരു 2 ദിവസം കൊണ്ടാണ്. 2 ആൾ വെച്ചിട്ട് ആദ്യത്തെ ഒരു ദിവസം ഒരാളും കട്ടിങ്ങിന്, പിന്നെ ഒരു ദിവസം 2 ആൾ വെച്ചിട്ട് പൊളിക്കലും പൈപ്പ് ഇടിക്കലും ഒരു 2 ദിവസത്തിനുള്ളിൽ പണി അവസാനിച്ചു. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എന്തോരം പണികൾ ചെയ്തിട്ടുണ്ടെന്ന്. അടുത്ത് വരുന്നത് ഒരു ചെറിയ റൂമാണ്. ഇതിലും ഇതേപോലെ തന്നെ 2 ലൈറ്റും ഒരു ഫാനും ഒരു പ്ലഗാണ്. ഇവിടെയും ഇങ്ങനെ 4 സൈഡിലേക്കും ഞാൻ ഡ്രോപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട് മേലേന്ന്. പിന്നെ അവിടെ കാണുന്ന ആ 2 പൈപ്പിൽ ഒരു പൈപ്പ് നേരെ കാണുന്നത് ഡി ബിയിലേക്കാണ് കേട്ടോ. നമ്മൾ സീലിങ്ങിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ അടുക്കളയിൽ കാണില്ല, അവിടെ അത് കാണും, 2 പൈപ്പ് കാണും. ആ പൈപ്പ് നേരെ ഒന്ന് പോണത് കണ്ട ആ കാണുന്ന ഡി ബിയിലേക്ക്. അവിടെയാണ് ഡി ബി വയ്ക്കുന്നത്, ആ ജനലിൻ്റെ തൊട്ട് അപ്പുറത്ത് കണ്ടില്ലേ. അവിടെയാണ് ഡ്രോപ്പ് ഇറക്കിയിരിക്കുന്നത്. ഒരു റൂമിൽ നിന്ന് അപ്പുറത്തേക്കും മറ്റേ റൂമിൽ നിന്ന് അതിലേക്ക്. അത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി അങ്ങോട്ടൊന്ന് സെക്ഷൻ വെട്ടിപ്പൊളിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പണിയും ചെയ്യാനും വയറ് ലാഭിക്കാനും സാധിക്കും. പിന്നെ നമുക്ക് അടുത്തത് അടുക്കളയിലേക്ക് ഒന്ന് വരാം. ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ് അടുക്കള. ഈ കിച്ചൻ്റെ ഭാഗത്തും ഇവിടെ ജംഗ്ഷൻ ഇട്ടിട്ട് 4 സൈഡും ഡ്രോപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എവിടെ വേണമെങ്കിൽ ലൈറ്റ് വയ്ക്കാം. ചിലപ്പോൾ 2 സൈഡ് ലൈറ്റ്, അതുപോലെ എക്സ്പോസ്റ്റ് വേണം പറഞ്ഞിട്ട് ഒരു പവർ പ്ലഗ്. അതേപോലെ ഇതിൽ 2 ബെൻഡ് കാണാം. അതിലൊരു ബെൻഡ് നേരെ പോണത് ഡി ബിയിലേക്കാണ്. നമ്മളവിടെ കുറച്ചുമ്പോൾ കാണിച്ച 2 ബെൻഡിൽ ഒരെണ്ണം ഡി ബിയിലേക്കാണ്. ഇതിൽ നമുക്ക് അങ്ങോട്ട് സെക്ഷൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് മുകളിൽ തന്നെ ഇറക്കിയിട്ട് ഡി ബിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അതേപോലെ ചെയ്യാനും സാധിക്കും. പിന്നെ അടുത്ത് വരുന്ന ഒരു ഹാളാണ്. ഈ ഹാളിൻ്റെ ഈ സൈഡിൽ ഒരു ലൈറ്റ് ഉണ്ട്, കണ്ടില്ലേ. ഈ സൈഡിൽ ഇവിടെയും ഞാൻ ഇതേപോലെ മുകളിലൂടെ പൈപ്പ് ഇട്ടിട്ട് നേരെ ഡി ബിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ 3 പൈപ്പ്, ഒന്ന് അടുക്കളയിൽ നിന്നും 2 റൂമിലേക്കും അതിനായിട്ടുള്ള ഡ്രോപ്പൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും വെട്ടിപ്പൊളിക്കലൊന്നും അധികം ഉണ്ടാവില്ല. ഡ്രോപ്പറൊക്കെ കണ്ടില്ലേ. ഈ കാണുന്ന 3 പൈപ്പാണ് ഒരു ഓരോ റൂമിൽ നിന്ന് വരുന്ന ഓരോ പൈപ്പാണ്. ഇവിടെയാണ് ഡി ബി വയ്ക്കുന്നത്. ഇത് നേരെ അടുക്കളയെല്ലാം മറ്റേ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എൻട്രി ഭാഗമാണ്. ഇങ്ങനെ അകത്തേക്ക് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വയറിങ് ചെയ്യുന്ന ഭാഗം ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ കയറി അവിടെ തന്നെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട് നമ്മൾ ഓൺ ചെയ്യേണ്ടത്. പിന്നെ നേരെ കാണുന്നത് അവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ആൾറെഡി വരച്ചിട്ട ശേഷമാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത്, കണ്ടില്ലേ. ഇവിടെ ഇത് ബാത്റൂമാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ തീർത്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ടൊന്നല്ല വെട്ടിപ്പൊളിക്കുന്നത്, ഗിൽറ്റി, അതായത് ഇങ്ങനെ ജെർക്കിങ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് എല്ലാം പൊളിക്കുന്നത്. പരിപാടി വേഗം കഴിയും. അല്ലേ, ഇതിൽ ഇത്രയും ഭാഗം ചെയ്യാണ്ട്. അവിടെ ഒരു ആക്സി പോയിന്റ് ഇട്ടിട്ടുണ്ട്, 2 ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പുറത്തേക്ക് പോകുന്ന ലൈറ്റും ഒന്ന് ഹീറ്ററിലേക്ക് പോകുന്ന ഒരു ലൈനാണത്. നമുക്ക് കണ്ടില്ലേ. ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ. സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെക്ഷനൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. മുകളിൽ കൂടെ നേരെ അങ്ങോട്ട് ഡി ബിയിലേക്ക് പോകുന്നു. അടുത്തത് വരുന്നത് കണ്ടില്ലേ, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി അടുത്തത് അവിടെ ഒരു ചെറിയൊരു റൂമും കൂടി ഉണ്ട്. ഇതിൽ ഏകദേശം നമ്മൾ പൊളിച്ച് പൈപ്പൊക്കെ അടിച്ചു. ഇവിടെ പൊളിയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു ലൈറ്റ് പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്ന് 2 ഭാഗത്തുനിന്നും അങ്ങോട്ട് സെക്ഷൻ പോകുന്നുണ്ടല്ലേ. ഇവിടെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ചെറിയ റൂമാണ് കേട്ടോ. അതുകൊണ്ട് 2 ലൈറ്റ് മതി. 2 ലൈറ്റ്, ഒരു ഫാനും, ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്. ഇതിലൂടെയൊക്കെ വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പൈപ്പ് അടിച്ച് കഴിഞ്ഞു. ഇതല്ലേ, ഈ കാണുന്ന ഈ ഒരു ലൈറ്റ്, ഇവിടെ ലൈറ്റ് ഉണ്ട്, അപ്പുറത്ത് ഒരു ലൈറ്റ് ഉണ്ട്. ഈ പൈപ്പിൽ നിന്ന് 2 പൈപ്പ് കാണുന്നത് ഒരെണ്ണം നേരെ ഡി ബിയിലേക്കാണ്. പിന്നെ ഇവിടെ ഒരു ഫാനുണ്ട്. ഫാനിന് നേരെ ഇറങ്ങുന്നത് ഇവിടെ സ്വിച്ച് ബോർഡ്. അപ്പോൾ ഈ ചെറിയ റൂമിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ അപ്പുറത്ത് കാണുന്ന അടുക്കളയാണ്, അതായത് കിച്ചൺ ഭാഗത്തും ഇവിടെ ഒരു സ്വിച്ച് ബോർഡ്,
അതുപോലെ അവിടെ ഒരു ഫ്രിഡ്ജ് വയ്ക്കുന്ന ഭാഗമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാണിച്ചു തരാം. ഇവിടെ പണി നടക്കണുള്ളൂ. ഏകദേശം എല്ലാം വരഞ്ഞിട്ടു. ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റും വരയിലും കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം വന്ന് പൊളിച്ച് കൈയോടെ പൈപ്പ് ഇടുകയാണ് ചെയ്യുന്നത്. 2 ദിവസത്തിനുള്ളിൽ പണി കഴിഞ്ഞു. ഉണ്ടല്ലോ, ഇവിടെ സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട്. നേരെ ഇങ്ങനെ കാണുന്ന ഈ ഭാഗമാണ് അവിടെ ഫ്രിഡ്ജ്. ഈ സൈഡിലാണ് ഈ ഫ്രിഡ്ജ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നേരെ ഇങ്ങനെ കൊടുന്നിട്ട് ഇവിടെ ഒരു പവർ പ്ലഗ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ സെക്ഷൻ നേരെ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഒരു പവർ പ്ലഗ് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ സിങ്ക് ഒഴിവാക്കിട്ടോ. നമ്മൾ സിങ്ക് ഇവിടെ വെക്കുന്നില്ല. സിങ്ക് ഇപ്പുറത്തെ റൂമിലാണ്. അത് പിന്നീട് വെക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് സിങ്ക് വെക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് കൂടെ ഇങ്ങനെ പൈപ്പ് ഇട്ടത്. ഇല്ലെങ്കിൽ ഈ സിങ്ക് വെക്കുന്ന അവിടെ കൂടെ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ലൈൻ കൊടുക്കാൻ പറ്റില്ല. കണ്ടില്ലേ, മുകളിലത്തെ ഭാഗമൊക്കെ കൊടുത്തു. നമ്മൾ അവിടെ ഒരു 4x4 വെച്ചിട്ട് നേരെ താഴ്ത്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഇത്രയും പൊളിക്കൽ മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ പൈപ്പൊക്കെ അടിച്ചു കഴിഞ്ഞു. കണ്ടില്ലേ, ഇപ്പോൾ ഈ സൈഡ് വയ്ക്കുന്ന ഇവിടെ ഒരു ഫാൻ വയ്ക്കാനുള്ള പോയിൻ്റാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് ലൈറ്റ്, ഇത് മോട്ടറിൻ്റെ സ്വിച്ചാണ്. ഇതിൻ്റെ പുറത്തേക്ക് ഒരു ലൈറ്റ് ഉണ്ട്. അതിന് ശേഷം ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞില്ല ഒരു പവർ പ്ലഗ് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ പവർ പ്ലഗ്. നേരെ വന്നിട്ട് ഈ സ്വിച്ച് ബോർഡിലേക്ക് ഇവിടെയാണ് മറ്റേ ഫ്രിഡ്ജ് വയ്ക്കുന്നത് കേട്ടോ. ഇവിടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ ജംഗ്ഷൻ ബോക്സ്, അതായത് മെയിൻ സെക്ഷൻ വരുന്നതും ഇതിൻ്റെ ലീഡുകൾ വരുന്ന സെക്ഷനാണ് ഇത് സ്വിച്ച് ബോർഡ്. കണ്ടില്ലേ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഹാളിലേക്ക് വരാം. ഇവിടെയാണ് ഇതിൻ്റെ DB ബോർഡ് വയ്ക്കുന്നത്. ഈ അടുക്കള മറ്റേ കട്ടിലയുടെ സൈഡ് വരുന്ന ആ ഭാഗത്താണ് DB ബോർഡ് വയ്ക്കുന്നത്. ഇവിടെ ഒരു TV വയ്ക്കണം. അപ്പോൾ ഇതിൽ 2 ഫാൻ ഉണ്ട്. ജംഗ്ഷൻ ബോക്സ് ഇറക്കിയിട്ട് 4 സൈഡും ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ട്. ഇത് നേരെ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഇൻവെർട്ടർ വയ്ക്കുന്നത്. ഇത് താഴെ ഈ കോണിൻ്റെ താഴെയാണ് ഇൻവെർട്ടർ വയ്ക്കുന്നത്. ഇവിടെ സ്റ്റെയറൊന്നും ഉള്ളിലില്ല. അതുകൊണ്ട് നമ്മൾ ആ മൂലയ്ക്കാക്കി, ഇൻവെർട്ടർ വയ്ക്കുന്നൊക്കെ ആ മൂലയ്ക്കാക്കി. ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ, അതാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിൽ സിമ്പിളായിട്ടാണ് നമുക്ക് ഇത് പണിയൊക്കെ തീർക്കാൻ പറ്റിയിട്ടോ. പെട്ടെന്ന് പണി തീർക്കാൻ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ കൂടെ തന്നെ കുറേ ഇട്ടുണ്ടായിരുന്നു. അതായത് കുറേ ലൈനൊക്കെ മേലെ കൂടെ തന്നെ ഇട്ടതുകൊണ്ട് നമുക്ക് പണി എളുപ്പമാണ്. അതുകൊണ്ട് കുറേ വെട്ടിപ്പൊളിക്കലൊക്കെ ഒഴിവായി കിട്ടി. നമ്മളെന്തായാലും ചുളിയും ചുറ്റി വെച്ച് മേടിക്കാനാൽ ഇപ്പം ഒന്നും ആവില്ല. കാരണം എന്താ 2-3 ദിവസമൊക്കെ പിടിക്കും. കട്ടൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള കട്ടയാണ്. അതുകൊണ്ട് എന്തായാലും കട്ടർ വെച്ച് വരഞ്ഞിട്ട് ഇങ്ങനെ മെഷീൻ വെച്ച് പൊളിക്കുന്നതാണ്. പെട്ടെന്ന് പണിയും കഴിയും, കാണാനൊരു വൃത്തി ഉണ്ടാവും, പെട്ടെന്ന് പണി തീർക്കാനും പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ഇൻവെർട്ടർ പോയിൻ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 4 വെച്ചിട്ട് അടിയിൽ ബെൻഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇൻവെർട്ടർ കുത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു പ്ലഗ് ഉണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ഹാളാണ്. ഇത് ഹാളിൻ്റെ അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന ഇപ്പോൾ കുത്തുന്നത് ഈ DB കേട്ടോ. ഇവിടെയാണ് DB ബോർഡ് വരുന്നത്. ഇതിൻ്റെ മെയിൻ സെക്ഷൻ എല്ലാ കൺട്രോളും ഇവിടെ വരുന്നത്. കാരണം ഇവിടെ നിന്ന് 3 പൈപ്പ് ഇതുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് 3 പൈപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇതാണ് ആ റൂമിലത്തെയും, ഒന്ന് അടുക്കളയത്തും, ഒന്ന് രണ്ടാമത്തെ റൂമിലത്തെയും, അങ്ങനെ 3 പൈപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് മറ്റേ മീറ്റർ ബോർഡ് വയ്ക്കുന്നത്. അപ്പോൾ മീറ്റർ ബോർഡിന് പൈപ്പ് സെപ്പറേറ്റ് ഇറക്കേണ്ട ആവശ്യമില്ല. താഴത്തുനിന്ന് അടിയിലേക്ക് അങ്ങോട്ട് ഇറക്കിയാൽ മതി. അപ്പോൾ ഈ ഹാളത്തെ പൈപ്പ് അടിക്കൽ കഴിഞ്ഞു. ഇതാണ്ടില്ലേ, ഇതാണ് ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടില്ല, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ലൈറ്റ്, ഇവിടെ DB ബോർഡ് കാണിച്ചു തരാം. മുകളിൽ നിന്ന് പൈപ്പ് ഇറക്കിയിട്ടുണ്ട്. 3 പൈപ്പ് ഇറക്കിയിട്ടുണ്ട്. ഒന്ന് 2 റൂമിലത്തെയും പിന്നെ ഒന്ന് കിച്ചണിലത്തെയും. അങ്ങനെ ഇവിടെയാണ് ബെല്ല് വയ്ക്കുന്നത്. ഇവിടെ സ്വിച്ച് ബോർഡ്, ഇവിടെ TV. ഓക്കെ, അപ്പോൾ ഇതേപോലെ രണ്ട് ലൈറ്റ് കൊണ്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ട്. ഇവിടെ ഇൻവെർട്ടർ പോയിൻ്റ്. അങ്ങനെ സിമ്പിളായിട്ട് കണ്ടു. അതേപോലെ ഇപ്പുറത്തെ റൂമിലും നമ്മൾ അതേ രീതിയിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് സെക്ഷനൊന്നും കൊണ്ടുപോയിട്ടില്ല, പൊട്ടിപ്പൊളിച്ച്. കാരണം നമ്മളിതിന് മുകളിൽ കൂടെ കോൺക്രീറ്റിലേക്ക് പൈപ്പ് ഇട്ടതുകൊണ്ട് നമുക്ക് വേറെ പണിയൊന്നും ചെയ്യാനില്ല. നമുക്കിത് പെട്ടെന്ന് തന്നെ, ഇതെനിക്ക് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ പണി കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം 5 മണിനുള്ളിൽ എല്ലാ പണികളും തീർത്തിട്ട് ഞങ്ങൾ പോവുകയായി. കാരണം ഇങ്ങനെ ചെയ്യണതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പണിയും തീർക്കാം. പിന്നെ അധികം വയറ് ചിലവില്ല. അങ്ങനെ വീട് മൊത്തം കുത്തിപ്പൊളിക്കണത് കുറച്ച് ഒഴിവാകും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഇവിടെയാണ് മെറ്റൽ ബോക്സ് അല്ല, PVC ബോക്സാണ് എല്ലാം വെച്ചിരിക്കുന്നത്. കാരണം അവർക്ക് ചിലവ് മാക്സിമം കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ലെവലിൽ ചെയ്തത്. കണ്ടില്ലേ, ഇത് അടുക്കളയാണ് വരുന്നത്. നമ്മൾ കുറച്ചുമ്പോൾ കണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ ഭാഗമൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. വീട്ടുകാർ വന്ന് നോക്കി, കുഴപ്പമൊന്നുമില്ല. അവർക്ക് പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അധികം വെട്ടിപ്പൊളിക്കലും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇത്രയും ഭാഗമാണ് ചെയ്തിരിക്കുന്നത്. ഇത് സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ടിൽ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇവിടെ താഴെ നമ്മളിങ്ങനെ ഒരു ഗേറ്റ് ലാമ്പ് വയ്ക്കാൻ വേണ്ടി ഇറക്കിയിട്ടുണ്ട്. ഈ സൈഡ് ഇങ്ങനെ മീറ്റർ ബോർഡും വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്തെങ്കിലേക്കും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം.
അപ്പോൾ താങ്ക് യു.